പത്തരമാറ്റ് സീരിയലിന് വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചന്തമോളുടെ കാര്യങ്ങളൊക്കെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചന്തമോൾക്ക് ആരാണ് ഉണ്ടാവുക? അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. ചന്തമോളുടെ കാര്യം ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തിലിരിക്കാമായിരുന്നു. ദർശൻ നായനെ അമ്മയും അച്ഛനെയും പോലെ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നാളെ അവർക്കൊരു കുട്ടി ജനിച്ചാൽ അതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചന്തുമോളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുകയില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. താൻ എന്തിനാണോ അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ ചന്തുമോളുടെ കാര്യം ഓർത്ത് അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ആരൊക്കെ കൈവിടിഞ്ഞാലും ആദർശ് നയനെയും ആ കുഞ്ഞിനെ ഇനി ഒരിക്കലും ഇവിടുന്ന് പുറത്താക്കില്ല. സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ അവർ ആ കുഞ്ഞിനെ ഇവിടെ വളർത്തും. ഇനി നാളെ അവർക്കൊരു കുട്ടി ജനിച്ചാൽ കൂടി മൂത്ത മകളായിട്ട് നയനമോൾ ആ കുഞ്ഞിനെ ഇവിടെ തന്നെ വളർത്തും. സ്വന്തം മോളെ പോലെ തന്നെ വളർത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ കുട്ടിക്ക് ഇവിടെ ഒരു കുറവുമില്ലാതെ ആ കുട്ടിയെ പൊന്നുപോലെ തന്നെ അവർ നോക്കിക്കോളും. അതിനെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ആദർശ് നയനയും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യും. പണ്ട് നമ്മൾ ജലജയെ ഏറ്റെടുത്ത് വളർത്തിയതുപോലെ തന്നെ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ താൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്നാലും ബാക്കിയുള്ളവരുടെ കാര്യം വെച്ച് ഓർക്കുമ്പോഴേ ആ കുട്ടിക്ക് എല്ലാവരും അതിജീവിച്ച് ആ കുഞ്ഞിനെ നല്ല രീതിക്ക് വളർത്താൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഈ വീട്ടിലെ ചന്തുമോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നയനമോളാണ്. ദേവയാനിക്കും ആ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ആദർശിൻ്റെ കുഞ്ഞാണെന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ദേവയാനിയും ആ കുഞ്ഞിനെ വെറുക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും പിന്നെ പറയണ്ടല്ലോ. ആ കുഞ്ഞിനെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് ആലോചിച്ച് നിൽക്കുന്നവരാണ് ബാക്കിയുള്ളവർ. ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളുടെ കണ്ണടയും മുമ്പ് തന്നെ നമ്മൾ ചെയ്യണം. നമ്മുടെ കുടുംബത്തിലെ ഒരംഗമായിട്ട് അതിനെ ഏറ്റെടുത്തില്ലേ. നാളെ ഇപ്പോൾ ആ കുട്ടി വളർന്ന് വലുതായിട്ടുണ്ടെങ്കിലും അതിൻ്റെ പഠിത്തത്തിൻ്റെ ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം ആ കുട്ടിയുടെ പേരിൽ എഴുതി വെക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശി. സ്വത്തിൻ്റെ ഒരു ഭാഗം കിട്ടുമ്പോഴേക്കും തന്നെ എല്ലാവർക്കും ആ കുട്ടിയോട് വെറുപ്പും ഉദ്ദേശമൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മുടെ സ്വത്തിൻ്റെ തന്നെ ഒരു വീതം ആ കുഞ്ഞിനും കൂടെ എഴുതി കൊടുക്കുന്നത് ഇവിടെ പലർക്കും സുഖിക്കത്തൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യണം. നാളെ ഒരിക്കൽ ആ കുഞ്ഞിനെ ഒന്നിൻ്റെയും പേരിൽ ഇവിടെ ആരും തഴഞ്ഞിടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ജലജ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ജലജ അങ്ങോട്ടേക്ക് വരുന്ന മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, ഞാൻ പറഞ്ഞത് നീ ശരിക്കും കേട്ടല്ലോ. ചന്തു മോള് വലുതായി വരികയാണ്. ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഒന്നിനും ഒരു കുറവും വരരുത്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും പോലെ തന്നെ ആ കുട്ടിയും ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരാളാണ്. അതുകൊണ്ട് ഈ സ്വത്തിൻ്റെയൊക്കെ ഒരു വീതം ആ കുട്ടിക്കും ഉള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഞാൻ ഇദ്ദേഹത്തോട് പറയാനിരിക്കുകയായിരുന്നു. എൻ്റെ തീരുമാനവും അതുതന്നെയാണ്. പിന്നെ ചന്തമോളെ സ്നേഹിക്കുന്നവരെ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി. അല്ലാത്തവർക്ക് നമ്മൾ ഈ സ്വത്തിൻ്റെ ഒന്നും ഒരു ഭാഗം കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ജലജ. ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ കിളവനും കിളവയും കൂടെ ഇനി എന്ത് തീരുമാനമാണോ എടുക്കാൻ പോകുന്നത്? മൊത്തം അവളുടെ പേരിൽ അങ്ങ് എഴുതി കൊടുക്കുവോ? എല്ലാ സ്വത്തുക്കളും എവിടുന്ന് വലിഞ്ഞു കയറി വന്ന അവക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. കുറേ അനാഥ പിള്ളേർക്കും എവിടുന്ന് വലിഞ്ഞു കയറി വന്നവർക്കും ഒക്കെ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ വീതം വെച്ച് കൊടുക്കാൻ തുടങ്ങിയ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? അവസാനം ഒന്നുമില്ലാതെ ഇരിക്കേണ്ടി വരുമല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ജലജ. വീട്ടിലുള്ളവർക്കൊന്നും കൊടുക്കത്തുമില്ല. എന്നാൽ വഴിയിൽ പോകുന്നവരെയൊക്കെ വിളിച്ചു കയറ്റിക്കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇവരെ ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഉള്ള രീതിയിൽ ജലജ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തായാലും ഇതേപ്പറ്റി ഇന്ന് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ജലജ ഇങ്ങനെ അകത്തോട്ട് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുന്നതെന്ന്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് പിന്നെ നീ കേട്ടോണ്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നേ. ചന്തുമോളും ഈ കുടുംബത്തിലെ ഒരു അംഗമായതുകൊണ്ട് ഇവിടെയുള്ള സ്വത്തുക്കളുടെയൊക്കെ ഒരു വീതം ചന്തുമോൾക്കും കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. പിന്നെ ചന്തുമോൾ ആദർശിൻ്റെ കുഞ്ഞായതുകൊണ്ട് ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആദർശനോടും നയനയോടും സംസാരിച്ചിട്ട് ഈ നമ്മുടെ കുടുംബത്തിൻ്റെ പകുതി സ്വത്തെങ്കിലും ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി കൊടുക്കാവുന്ന ഞാനും ഇയാളും കൂടെ തീരുമാനിച്ചേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവളുടെ സുരക്ഷയും ഉറപ്പാക്കണം. എന്തായാലും ഇനി അവളെ ആരും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ തഴഞ്ഞു നിർത്താൻ പാടില്ല. അവളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നവരെ അവൾക്കൊരു കുറവുമില്ലാതെ ഈ കുടുംബത്തിലെ ഒരു കൊച്ചുമോളായിട്ട് തന്നെ അവളിവിടെ വളരുകയും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ. നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോഴും നിൻ്റെയും അവസ്ഥ ഇത് തന്നെയായിരുന്നല്ലോ. നിന്നെ ഞങ്ങളുടെ സ്വന്തം മോളെ പോലെ കരുതി ഇവിടെ വളർത്തി നിനക്കൊരു കുറവുമില്ലാതെ ഇപ്പം നീ ജീവിക്കുന്ന സുഖസൗകര്യങ്ങളോടെ ഇവിടെ നിൽക്കുന്നില്ലേ? അതുപോലെ തന്നെ ചന്തുമോക്കും ഒന്നിനും ഒരു കുറവുമില്ലാതെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ആ കുട്ടി ഇവിടെ ജീവിക്കണം. അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് ഞങ്ങളോട് എല്ലാവരോടും ഒന്ന് ചോദിക്കണ്ടേ? ഞങ്ങളുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്.
നിങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന് അനുസരിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ അങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് മുത്തശ്ശൻ. മുത്തശ്ശൻ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോഴേക്കും ജലജയ്ക്ക് അത് പെട്ടെന്ന് പേടിയായിപ്പോയി. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്നിനും കൊള്ളാത്ത നിന്നെ ഏറ്റെടുത്ത് വളർത്തി ഇത്രത്തോളം ആക്കിയിട്ട് നിനക്കോ നിന്റെ മകനോ അതിൻ്റെ ഒരു നന്ദിയുണ്ടോ? പാല് തന്ന കൈക്ക് തന്നെ തിരിച്ചു കൊത്തുകയല്ലായിരുന്നോ ചെയ്തത്? അത്രയ്ക്കൊന്നും എന്തായാലും ചന്തുമോള് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവിയെ നീ വളർത്തിയ പോലല്ല ചന്തുമോളെ വളർത്തുന്നത്. ചന്തുമോളെ വളർത്തുന്നതേ നയനയാണ്. നയനനെ ആ കുട്ടി അമ്മ എന്നാണ് വിളിക്കുന്നത്. നയനയാണ് ആ കുഞ്ഞിനെ ഇനി അങ്ങോട്ടേക്ക് വളർത്താൻ പോകുന്നത്. അതുകൊണ്ട് നീ കാണിക്കും പോലെ പ്രവർത്തികളൊന്നും ആ കുട്ടി കാണിക്കില്ല എന്നെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. ആ ഒരു സമയത്ത് നമ്മുടെ ജലജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ ചെയ്തോ ചെയ്തോ, എന്താന്ന് വെച്ചാൽ ആയിക്കോ, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അച്ഛന് മനസ്സിലായിക്കോളും. ഇപ്പം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കിയിട്ടിരുന്ന് ചിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് നയനയും ആദർശും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ചന്തുമോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ, എന്താ രണ്ടുപേരും ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചന്തുമോളുടെ കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് വയസ്സായി വരികയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചന്തുമോളുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് വേണമല്ലോ. മോളുടെ കാര്യത്തിൽ ആരെങ്കിലും ഒരു സംരക്ഷണം ഏറ്റെടുക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, അത് ഇത്ര ആലോചിക്കാനുണ്ടോ മുത്തശ്ശ? ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയല്ലേ ചന്തുമോളെ നോക്കുന്നത്. ആദർശേട്ടനെ അച്ഛ എന്നും എന്നെ ആ കുഞ്ഞ് നയനാമ്മയെന്നും അല്ലേ വിളിക്കുന്നത്. അതങ്ങനെ തന്നെ ഇനി അങ്ങോട്ട് തുടരുകയും ചെയ്യും. നാളെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായെങ്കിലും എൻ്റെ മൂത്ത കുഞ്ഞായിട്ട് തന്നെ ചന്തുമോൾ ഇവിടെ വളരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പം അബിയുടെ കുഞ്ഞാണെന്ന് തെളിഞ്ഞാൽ പോലും ചന്തുമോളെ ഇനി ഒരിക്കലും കൈവിട്ട് കളയാൻ പറ്റില്ല അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ജലജയുടെ അടുത്ത് അവർ പറഞ്ഞതേ ഉള്ളൂ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നയനമോൾ ഒരിക്കലും ചന്തുമോളെ വിട്ട് കളയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നയനയും പറയുകയാണ് കേട്ടോ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ചന്തുമോളെ ഒരിക്കലും വിട്ട് കളയില്ലെന്നാണ് നയനയും പറയുന്നത്. എന്നിട്ട് നയന ചന്തമോളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ്, നയനമോളെ പോലെ വേറെ ആരുമില്ല. ഏത് സാഹചര്യമാണെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പക്വതയോടെ പെരുമാറുന്ന ഒരാളെ കിട്ടിയതാണ് ആദർശമോൻ ചെയ്ത ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനും പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ചന്തുമോളുടെ കാര്യം, അതിന് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും നയന നല്ലപോലെ തന്നെ നോക്കിക്കോളും. ചന്തുമോള് സുരക്ഷിതമായ കൈകളിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ കുട്ടിക്ക് ഇനി ഒരു കുറവുമില്ലാതെ ആ കുട്ടീനെ ഇവിടെ സുരക്ഷിതമായിട്ട് തന്നെ നയനമോള് നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ സന്തോഷത്തോടെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഉറഞ്ഞു തുള്ളിപ്പോയ ജലജ റൂമിൽ ചെന്നിട്ട് അബിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നീ ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബി ഉടനെ ഓടിക്കതച്ച് വീട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് ജലജയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ പറ്റിയേ, എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അബി പറയുകയാണ്, മനുഷ്യനെ സ്വസ്ഥമായിട്ടൊന്ന് പുറത്തു പോകാൻ പോലും സമ്മതിക്കില്ല, എന്താ കാര്യം എന്തെന്നൊക്കെ ഇങ്ങനെ വേഗം പറയുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ധൃതി കൂട്ടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുകയാണ്, ഓ നിനക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടന്നാൽ മതിയല്ലോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലല്ലോ, നിനക്ക് അറിയണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തേക്ക് അമ്മ എന്താ പറയുന്നത്, ആ ചന്തുമോളുടെ കാര്യമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, ആ അതേടെ അവളുടെ കാര്യം തന്നെയാണ്. എവിടുന്നാ വലിഞ്ഞു കയറി ആ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആ ഒരു കൊച്ചിനെ മാത്രം മതി. സ്വത്തുക്കളുടെയൊക്കെ ഒരു വീതം ആ കൊച്ചിനും കൂടെ കൊടുക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുക നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ. ആ കിളവനും കിളവിയേക്കും വേറെ ഒരു പണിയുമില്ല. ആ കൊച്ചിനെ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കാനുള്ളതിന് ലോകത്തുള്ള എല്ലാത്തിനെയും ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നോളും. ഇതെന്താ സത്രമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ജലജ. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന അപ്പോഴേക്കും അഭി ചോദിക്കുകയാണ്, അമ്മേ എന്താന്ന് വെച്ചാൽ കാര്യം തെളിച്ച് പറയാം അമ്മേ, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പിന്നെയും ചോദിക്കാൻ. എടാ ഈ വീട്ടിൽ ഒരംഗത്തെ പോലെ ആ കൊച്ചിനെ കണക്കാക്കിയിട്ട് സ്വത്തുക്കളുടെയൊക്കെ ഒരു വീതം ആ കൊച്ചിനും കൂടെ എഴുതി കൊടുക്കാൻ പോവാന്ന്. അതിപ്പോൾ തന്നെ മുത്തച്ഛനും മുത്തശ്ശിയും ആ കൊച്ചിൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോവാന്ന് പറയുന്നത് കേട്ടടാ. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അഭിക്ക് അതൊരു ഞെട്ടലാവുന്നുണ്ട്. എന്താ, സ്വത്തിൻ്റെ ഒരു വീതം ആ കൊച്ചിൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോവാണെന്നോ? ഇവർക്ക് എന്താ പറ്റിയത്? ഇതാരുടെ കുഞ്ഞാണെന്ന് പോലും ഒരു ഉറപ്പുമില്ലാതെ ഈ മുത്തച്ഛനും മുത്തശ്ശിക്കും എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ ആബി. ആ സമയത്ത് ജലജ പറയാണ്, അവർക്ക് വട്ടാണ്, ഇനിയിപ്പോൾ അവരെ പറഞ്ഞ് തിരുത്താനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. അവർക്ക് തോന്നിയതേ അവർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ആദർശ നയനെ എന്തെങ്കിലും പറഞ്ഞാലേ അവരതൊക്കെ വിലക്കെടുക്കുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞാലും ചുമ്മാ പട്ടി കുറയ്ക്കുന്ന പോലെ പോയി കുറച്ചിട്ട് വരാമെന്നല്ലാതെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഒന്നുകിൽ ആ കൊച്ചിനെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ജലജ. ഇക്കാര്യം ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. അവൾ ഇനിയും ഇവിടെ തുടർന്നാൽ നമുക്ക് അവസാനം ഒന്നും കിട്ടാതെയാകും.
അവളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണം. അതിനെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം അഭി പറയുന്നുണ്ട്, അമ്മേ ഇപ്പം ആ കൊച്ചിനെ ഇല്ലാതാക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയാകും. അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വസ്തുക്കളൊക്കെ ആ കൊച്ചിൻ്റെ പേരിൽ എഴുതാതിരിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോയെന്നാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് അഭി. ആ സമയത്ത് അഭി ഇങ്ങനെ ചിന്തിക്കുകയാണ്, അന്ന് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആ സ്വത്തുക്കളും കൂടെ എനിക്ക് കിട്ടുമായിരുന്നു. വെറുതെ ആദർശേട്ടൻ്റെ പേരിലേക്ക് ഇടണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആദർശേട്ടനെ ഇതിൽ കൊടുക്കുകയും ചെയ്തല്ലോ. ഇനിയിപ്പോൾ മാറ്റി പറഞ്ഞാലും ആർക്കും വിശ്വാസമാവില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഓ ഒന്നുമില്ലമ്മേ, ആ കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആ കൊച്ചേ എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തിരുന്നെങ്കിൽ ആ സ്വത്തും കൂടെ നമുക്ക് കിട്ടിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആദർശൻ്റെ തലയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ കൊച്ചിനും കൂടെ ഒരു വീതം കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടുകയല്ലേ ചെയ്യുന്നത്. അത് ആ കൊച്ചിൻ്റെ പിതൃത്വം ഞാൻ ഏറ്റെടുത്തിരുന്നെങ്കിൽ ആ സ്വത്ത് നമുക്ക് ഉപകരിച്ചേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുകയാണ്, ആ ഒരു കൊച്ചിൻ്റെ പിതൃത്വം കൂടെ ഏറ്റെടുക്കാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ നിനക്ക്. അല്ലെങ്കിൽ തന്നെ ബാക്കി എല്ലാ പേരുദോഷങ്ങളും ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണ് അബീനെ. അപ്പോഴേക്കും അബിക്ക് ദേഷ്യവും വരുന്നുണ്ട്. പിന്നെ അബി ഇങ്ങനെ ചിന്തിക്കുകയാണ്, മണ്ടത്തരം കാണിച്ചു. ആദ്യം തന്നെ അത് തൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ സ്വത്തുക്കളുടെ ഒരു വിഹിതം തനിക്ക് തന്നെ കിട്ടിയേനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ.